ഹായ്. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കുറച്ച് എക്സസൈസ് രാവിലെ ചെയ്യുന്നുണ്ട്. കണ്ടില്ല, നമ്മുടെ നെക്ക് ടോപ്പ് ശരിയാക്കുന്ന ആദ്യമായി കാണിക്കുന്നത്. ഈ നെക്ക് ടോപ്പ് പറഞ്ഞത് ബോഡ് മെയ്ഡ് നെക്ക് ടോപ്പാണ്. ഏത് ലാപ്ടോപ്പിനേക്കാളും വലുതാണ്. അവിടെയാണ് സുഷുമ്ന ബ്ലാങ്കട്ട. അതൊക്കെ ഒന്ന് വലത്തോട്ട് ഇടത്തോട്ടൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. 3 പൊസിഷൻ കണ്ടില്ലേ. ഇനി കയ്യിലേക്ക് വന്നു. നമ്മളെ ഫിംഗർ ഒരുപാട് മസിലില്ലേ, ആ മസിലൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യിക്കുക, ഒന്ന് അനക്കുക. ഓക്കെ, കണ്ടില്ലേ, ആ മസിൽ തൈ ഷോൾഡറൊക്കെ വന്നു അങ്ങോട്ട് വരും. ഒക്കെ എയർ എടുത്തുകൊണ്ട് ശ്വാസം എടുക്കുക. ഇനി അതാ അതും ലെഫ്റ്റ് ഒരേ പൊസിഷനിലാണ്. ഇപ്പം ഒരു ക്ലോക്ക് വൈസ് പൊസിഷനിൽ അങ്ങനെ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുക ഒരേ രീതി. ഇനി അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് അതിൽ റൊട്ടേറ്റ് പതുക്കെ ചെയ്യണം, ഇറക്കരുത്. ഓപ്പൺ എയറിൽ അങ്ങനെ ചെയ്യാം. ഇനി ശ്രദ്ധിക്കണ്ടില്ലേ, ഓപ്പോസിറ്റ് പൊസിഷൻ, ഒന്ന് വലത്തോട്ട് ഒന്ന് ഇടത്തോട്ട്, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക്. ഇതൊക്കെ കോൺസെൻട്രേഷൻ കൂട്ടും. ഒരുപാട് ഉപകാരപ്പെടുന്ന കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും, പ്രത്യേകിച്ചും സ്റ്റുഡൻസിന്. ഇനി നോക്കണ്ടില്ലേ, നമ്മളെ ഹിപ്പ് ഫോർവേഡ് ബാക്ക്വേഡ് അപ്പ് ആൻഡ് ഡൗൺ ഒന്ന് മൂവ് ചെയ്യിക്കാമല്ല, പതുക്കൊക്കെ മൂവ് ചെയ്യണം കേട്ടോ. ലെഫ്റ്റ് റൈറ്റ് റൈറ്റിലേക്ക് തുടങ്ങുക, അതാണ് നല്ലത്. ഇപ്പം അങ്ങനെ നമ്മൾ ഡാൻസിങ് മൂവ്മെൻറ്റ് തന്നെയാണ് ശരി. ഇപ്പം റൊട്ടേറ്റ് ചെയ്യുന്നു, റൈറ്റ് ടു ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആ ഡയറക്ഷനിൽ അങ്ങനെ. ഇനി അതിൻ്റെ നോക്കുക റിവേഴ്സ്. ഇതെല്ലാം ഒരു 3-5 തവണ, മാക്സിമം 5 തവണ മതി. 3 തവണ കുഴപ്പമൊന്നുമില്ല, റിലാക്സ് വെച്ച്. അപ്പോൾ അവിടുന്ന് ഇപ്പിലെത്തി. ഇനി നമ്മൾ കാലിൻ്റെ മുട്ട് അതൊന്നും മെല്ലെ ഫോർവേഡ്, മുന്നോട്ടും പിന്നോട്ടും പതുക്കെ. ശ്രദ്ധിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളോ ചെയ്യരുത് കേട്ടോ. അവിടെയൊക്കെ ചെറിയ ചെറിയ മസിൽസും പാടകളൊക്കെ. ഇനി അത് റൊട്ടേറ്റ് ചെയ്യുക പറ്റുമെങ്കിലും മാത്രം. ഇത് ശ്രദ്ധിക്കണം, പലർക്കും പ്രശ്നം ഉണ്ടാവും. ഇനി അതിൻ്റെ റിവേഴ്സ്, കാരണം ഈ മസിൽസൊക്കെ അത്ര സെൻസിറ്റീവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, റിലാക്സ്. ഇനി അത് നൗളീനൊക്കെ പറയും, പേരൊന്നും കൊടുക്കണം. നമ്മളെ ഈ ഭാഗം, ഈ വയറിൻ്റെ ഭാഗം ഉരുട്ടാണ് അത് മസിൽ, വളരെ യൂസ്ഫുള്ളാണ്. കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഹെയിൽ ചെയ്യാം. നമ്മൾ ബോഡി സ്ട്രെച്ച് ചെയ്യില്ല, അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യും. ഇങ്ങനെ താഴോട്ടൊക്കെ വരുമ്പോൾ എക്സെയിൽ ചെയ്യാം. അതാ ഇപ്പം നമ്മൾ ശ്വാസം എടുക്കുക, ഇപ്പോൾ സ്ട്രെച്ച് ചെയ്തു. ഇപ്പം അത് ശ്വാസം വിടുക, റിലാക്സ് അല്ലേ. അതാണ് ഇതിൻ്റെ നിയമം. അന്ന് ശ്രദ്ധിക്കുക, അത് ശരിയായിക്കോ. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇതിപ്പോൾ സ്ട്രെച്ച് മറ്റേ പൊസിഷനിൽ വന്നു. അതെ, ഓക്കെ ഒക്കെ ഒന്ന് റിലാക്സ് അങ്ങനെ വന്നിട്ട് ഇടത്തെ കാലിന് പവർ കൊടുത്ത് വലത്തെ കാലിൽ റൊട്ടേറ്റ് ചെയ്യുക. ആ ബാലൻസിന് വേണേ കൈ അങ്ങനെ വെക്കുന്നത്, ദാറ്റ് ഈസ് ഗുഡ്. ഇത് റൊട്ടേറ്റ് ചെയ്യാം, അങ്ങനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം. കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ട് വലത്തോട്ട് ഇടത്തോട്ട് വലതു ഭാഗം ചെയ്യാൻ നല്ലത്, അങ്ങനെ കാണുന്നത്. ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി റൈറ്റിന് പവർ കൊടുക്കും. ഓക്കെ, സെയിം അപ്പ് ഡൗൺ, താഴോട്ടും മേലോട്ടും ചെയ്യാം. പിന്നെ സൈഡിലേക്ക്, പിന്നെ റൊട്ടേറ്റ് ചെയ്യും. ഇതെല്ലാം വളരെ യൂസ്ഫുള്ളാണ്. നമ്മളെല്ലാ ആംഗിളും ഒക്കെ ശരിയാവും, നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും കാലിനും കൈക്കും ഒക്കെ. അതായത് ബോഡി ഒരു വിധം വളരെ നല്ലതാണ്. ഇപ്പോൾ യോഗ അല്ലെങ്കിൽ എക്സസൈസ് റിലാക്സ്. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. നമ്മൾ ശ്വസിക്കുന്നത് ശ്രദ്ധിക്കുക. ശ്വസിക്കുമ്പോൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയറ് ബലൂൺ മാതിരി വികസിച്ച് വരണം. എക്സെയിൽ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ മോർണിംഗ് എക്സസൈസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇപ്പം നമ്മളിത് ശ്വാസോച്ഛ്വാസം ബ്രീത്തിങ് എക്സസൈസാണ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത ആവശ്യം അതിനുശേഷം ബ്രീത്തിങ് അതും പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം ഇത് ബട്ടർഫ്ലൈ മാതിരി നമുക്ക് എന്താ പറക്കാൻ കഴിയുന്ന രൂപത്തിൽ ബട്ടർഫ്ലൈൻ്റെ വിങ്സ് വേണ്ടേ, അങ്ങനെ ചെയ്യാം. കാല് രണ്ടും പാദം യോജിപ്പിക്കുക, കൈ കാൽമേലെ കൊടുക്കുക, മുന്നോട്ട് നോക്കുക.
സ്ട്രൈറ്റായി നോക്കുക. ശ്വാസം സാധാരണ കാണുമ്പോൾ ഭയങ്കര രസമായി തോന്നും, സിമ്പിളായി തോന്നും. സിമ്പിളാണ്, പക്ഷെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാവും. യു ക്യാൻ ഫ്ലൈ ലൈക്ക് എ ബട്ടർഫ്ലൈ എന്നൊക്കെ പറയും, വളരെ യൂസ്ഫുള്ളാണ്. അതിന് ശേഷം നമ്മൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഉണ്ടല്ലേ, കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഒന്ന് നമ്മൾ പല പൊസിഷനിലും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചെരിഞ്ഞിട്ടൊക്കെ ഒന്ന് ബോഡി മൂവ് ചെയ്യാം. ശ്വാസം നോർമൽ ഗതി, റിലാക്സ് ആയിരിക്കണം എപ്പോഴും. കോൺസെൻട്രേഷൻ നമ്മളെ പ്രിയപ്പെട്ട, അത് ദൈവത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് കോൺസെൻട്രേഷൻ, റിലാക്സ്, അതൊക്കെ റിലാക്സാണ്. ഈ എക്സസൈസ് നമുക്ക് ഓരോ പൊസിഷനിലും കണ്ടില്ല, അത്ര സീരിയസ് ആയി എടുക്കാതെ. അപ്പോൾ കാല് ഇപ്പോൾ ഇടത്തെ കാല് വലത്തെ കാലൊക്കെ പൊന്തിക്കുക, ചെരിഞ്ഞ് കിടക്കുക, കൈ അവിടെ കൊടുക്കുക. കണ്ടില്ല, കൈ ഒരു ഇതിന് തലൻ്റെ ഭാഗത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഇങ്ങോട്ട് ചെരിയുക, ഇടത്തെ ഭാഗത്തേക്ക് ചെരിയുക. ഓക്കെ, അത് 4-5 പ്രാവശ്യം അങ്ങനെ പൊന്തിക്കുക. സ്ലോ ആയിട്ട് ചെയ്യാം, വളരെ യൂസ്ഫുള്ളാണ്. ശരിക്കും ഈ ഭാഗങ്ങൾക്കെല്ലാം നമ്മളെ അബ്ഡോമലിൻ്റെ ഭാഗത്തേക്കൊക്കെ എല്ലാം നല്ല ഇത് കിട്ടും, എല്ലാ മസിൽസും പ്രോട്ടീൻ ഗ്രന്ഥികളും. ഇത് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഒരുപാട് ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഗ്രന്ഥികളില്ലേ, പോസ്ട്രേറ്റും ഒക്കെ പറഞ്ഞില്ലേ, എല്ലാത്തിനും നല്ലതാണ്. ഇനി കണ്ടില്ലേ, ഇതിൻ്റെ 3 പൊസിഷൻ ഉണ്ട്. അത് ഫസ്റ്റാണ്. ഇത് ബ്രഹ്മാസനമൊക്കെ പറയും, വേറൊന്നും ഓർക്കണ്ട, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഒരുപാട് പ്രയോജനമുണ്ട്. 40-45 ഡിഗ്രിയിലാണ് വരുന്നത്. ഇനി അടുത്തത് കാണാം. കാല് പൊന്തിക്കുക, നോർമൽ ശ്വാസോച്ഛ്വാസം ചെയ്യാം. അപ്പോൾ ചെറുവാടി കടവ കാണിക്കുന്നത് ഏർലി മോർണിംഗ്, ഈവനിങ് ആണ്. ഞാൻ ഇതിൻ്റെ 2ാം ഘട്ടം കാണിക്കും. നമ്മൾ കാല് നല്ല സ്ലോലി പൊന്തിക്കുക, ഓരോന്ന് 90 ഡിഗ്രി. നമ്മൾ മാറ്റ് കണ്ടില്ലേ, ആ മാറ്റും അല്ല ഗ്രൗണ്ടും ഇതും തമ്മിൽ 90 ഡിഗ്രിയിൽ നമ്മളെ ബോഡി പൊന്തുന്നുണ്ട്. വളരെ നല്ലത്. ഇവിടെ ഒക്കെ അമരും. നമ്മളെ ഈ നെക്ക്, തൈറോയിഡ് പറ്റിയ ഒരു ക്ലിനിക്കൽ യോഗയിൽപ്പെട്ടത്. ക്ലിനിക്കൽ തൈറോയിഡ് ഒന്നും ഉണ്ടാവില്ല. തൈറോയിഡ് ഗ്രന്ഥിയൊക്കെ ഇവിടെ അല്ലേ, അതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഡീറ്റെയിൽ ആയിട്ട് വേറെ നമുക്ക് സംസാരിക്കാം, ഡെമോ തരണം. ആണ്ടില്ല, അതിൻ്റെ 3ാം ഘട്ടം ഇത്. അതിൻ്റെ വിപരീതനാണ്. നമ്മൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആദ്യത്തെ 45 ഡിഗ്രി, പിന്നെ അതിൻ്റെ 2 മിനിറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഇത് 1 മിനിറ്റിൽ ചെയ്യാം. അതായത് 1:2:1 ആ പ്രൊപ്പോർഷനിലാണ് വേണ്ടത്. 10 സെക്കൻഡാണ്, 20 സെക്കൻഡ്, പിന്നെ 10 സെക്കൻഡ്. റിലാക്സ് എത്രയും ചെയ്തിക്കോളൂ. നമ്മൾ ശവാസനമൊക്കെ ഉണ്ട് ഇതിൽ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി കണ്ടില്ല, നമ്മുടെ ഈ ഒരു പൊസിഷൻ വളരെ വളരെ ഈസിയും നമ്മൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ ഇരുന്ന് സോഫയിലൊക്കെ ഇരിക്കുന്നതിന് മോശമൊന്നുമല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഇതാ നമ്മൾ ഇത് നമുക്ക് എക്സസൈസ് തന്നെ ചെയ്യണം. കാല് പൊന്തിക്കുക, തല പൊന്തിക്കുക. നമുക്കൊരു വില്ലിൻ്റെ മാതിരി വന്നില്ല, പേരൊന്നും നോക്കണ്ട. അപ്പോൾ പേര് എന്തുവിടാം. അപ്പോൾ നമ്മൾ അബ്ഡോമൻ കണ്ടില്ല, ആ വയറിൻ്റെ ഭാഗമൊക്കെ നന്നായി പ്രസ് ചെയ്തു. അതുകൊണ്ട് വയറ് ചാടുക, ആ മസിലൊക്കെ ഒന്ന് സ്ട്രോങ് ആ മസിലും. പിന്നെ അവിടെയൊക്കെ ഗ്രന്ഥികളുണ്ട് പറഞ്ഞില്ല, ഇവിടെ ഈ ഭാഗത്തിലെ ഗ്രന്ഥികളുണ്ട്. നമ്മളെ മൂത്രമായി ബന്ധപ്പെട്ട കിഡ്നി, ആ കാര്യങ്ങളൊക്കെ ഇതാവും, പ്രവർത്തിക്കുന്ന റിലാക്സാണ്. അടുത്തത് ഇതിനും വേറെ ഘട്ടമുണ്ട്, അതിൻ്റെ വിപരീത മുദ്ര എന്ന് പറയും. ഒന്ന് നമ്മൾ ചെയ്ത് മുന്നോട്ട്, ഇനി അടുത്തത് അതിൻ്റേതായ തന്നെ റിലാക്സ് ആയിട്ട്. ഇപ്പൊക്കെ നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്തോളൂ. നോർമൽ ശ്വാസോച്ഛ്വാസം, ഇൻഹേൽ ആൻഡ് എക്സേൽ, എയർ ഇൻഹേൽ. അതാ കണ്ടില്ല, ഒന്ന് അതിൻ്റെ വെർട്ടിക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടില്ലേ. കാര്യം ഇത് ഈ ഫുട്ബോളിലൊക്കെ കാണാം, പക്ഷെ ഫുട്ബോളിൽ നമ്മൾ വിയർക്കും. ഇത് ഇങ്ങനെ ഒരു, അപ്പോൾ ഈ അബ്ഡോമിനൊക്കെ നല്ല പ്രഷർ വരും, നല്ലതായിട്ടൊരു സുഖം തോന്നും കുറേ കഴിയുമ്പോൾ നന്നായിട്ട്. അപ്പോൾ ശ്വാസോച്ഛ്വാസം, നോർമൽ ശ്വാസോച്ഛ്വാസം ചെയ്യരുത്. അങ്ങനെ ടേക്ക് കെയർ, ഇൻഹേൽ ആൻഡ് എക്സേൽ, അങ്ങനെ തന്നെ.
ഇതും പറ്റുന്നത് 2-3 മിനിറ്റൊക്കെ ചെയ്യാം, എത്ര നിൽക്കാം. പക്ഷെ ഇവിടെ വേദനാകണം ഒഴിവാക്കണം കേട്ടോ. നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതാ നമ്മൾക്കാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അതല്ല, ഇതിൻ്റെ വേറെ രൂപമാണ്. ഒരു ചക്രത്തിൻ്റെ വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇരുന്ന് പവർ കൊടുക്കുന്ന പകരം ഈ മസിലിൻ്റെ പവർ കൊടുക്കുന്നുണ്ട്, ഈ കാലിൻ്റെ മസിൽ. എന്നിട്ട് ഈ പൊസിഷൻ വെർട്ടിക്കൽ പൊസിഷനല്ല, ഇങ്ങനെ ഒരു വില്ലിൻ്റെ കലപ്പൻ്റെ മാതിരി ചക്രാസനമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല ഫ്ലെക്സിബിലിറ്റി കീപ്പ് ചെയ്യും എല്ലാ ഭാഗങ്ങളും. ഓക്കെ, അതിനിങ്ങനെ റിലാക്സ് ആയാൽ മതി. അല്ലെങ്കിൽ കാലിന് തന്നെ പവർ എടുത്ത് പൊന്താൻ പറ്റും. അതൊന്നും ഇപ്പം നമ്മൾ ട്രൈ ചെയ്യണ്ട. റിലാക്സ് 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 ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മളെ മറക്കുക വേണ്ടത്. ഓരോ ഭാഗങ്ങൾ മറക്കുക, ഓർത്ത് മറക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും വേണ്ട. ഇത് കണ്ടില്ലോ, പ്രാണായാമം, അതായത് ശ്വാസം എടുക്കുക. നമ്മൾ അത്തയ്യാത്തിലിരിക്കുന്ന അതേ രൂപം തന്നെ, ഇടയിൽ അത്തയ്യാത്തിലിരിക്കുന്ന അതേ രൂപം. അതല്ലേ പറയല്, എല്ലാ നിസ്കാരമൊക്കെ യോഗ എക്സസൈസ് തന്നെയാണ്. സുബഹി നിസ്കാരമൊക്കെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്താൽ കണ്ടില്ലേ, അത്തയ്യാത്തിലിരിക്കുന്ന പൊസിഷനാണ്. ഒന്ന് ചെസ്റ്റൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ലെവലായിട്ട് ഇന്നേൽ ആൻഡ് എക്സെയിൽ ചെയ്യാം. ഓക്കെ, റിലാക്സ്, ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. അപ്പം അങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ വിട്ടാൽ മതി ശ്വാസം, അങ്ങനെ ശബ്ദം കേട്ട്. ചക്രാസനമൊക്കെ പറയും, ഈ ഫ്ലെക്സിബിലിറ്റി നിലനിർത്താൻ വളരെ നല്ലതാണ്. കണ്ടില്ലേ, ആദ്യം നമ്മൾ ബെൻഡ് ചെയ്യുക. പവർ കൊടുക്കേണ്ടത് നമ്മളെ കാലിനാണ്, കാലിൻ്റെ മസിലിന്. എന്നിട്ട് ബെൻഡ് ചെയ്ത് അങ്ങനെ ബാലൻസ് ചെയ്ത് വരിക. ആ പൊസിഷനിൽ 2-3 മിനിറ്റൊക്കെ നിൽക്കാൻ പറ്റും. നോർമൽ ബ്രീത്തിങ് ആണ്, ശ്വാസോച്ഛ്വാസമൊക്കെ എടുത്തിട്ട്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ശ്രദ്ധിക്കണം, ഒരു ഗൈഡിൻ്റെ അല്ലെങ്കിൽ ഒരു മെൻ്റർ ടീച്ചറെ ഇതില്ലാതെ ചെയ്യരുത്, അപകടം ഉണ്ടാവും. ഞാൻ കണ്ടില്ല, ബോഡിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ വളരെ ഉഷാറായി, ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ വർക്ക് ചെയ്യും. പല അസുഖങ്ങളെ ഇത് മാറ്റും, പല അസുഖങ്ങളെ തടുക്കും. അതല്ലേ, നമ്മളെ ശരീരത്തിൽ 300ഓളം മസിൽസും 10ഓളം ഗ്രന്ഥികളല്ലേ. ആ ഗ്രന്ഥികളെ വർക്ക് ചെയ്യിക്കാനാണ് നമ്മൾ കാര്യമായി ശ്രമിക്കുന്നത്. അതാണ് ഈ എക്സസൈസിൻ്റെ ഡിഫറൻസ്. മറ്റൊന്ന് തന്നെ കറക്റ്റ് ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യും. ഇത് ലാസ്റ്റ് പാർട്ടാണ്. യോഗാസനത്തിൽ ശീർഷാസനാണ് പറയുന്നത്, രാജാവാണ്. പക്ഷേ ഇത് ചെയ്തതിന് മുമ്പ് 1-2 കാര്യം ശ്രദ്ധിക്കാണ്ട്. കണ്ടില്ലേ, വളരെ റിലാക്സ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. കൈ തലേൻ്റെ അടിയിൽ വെച്ചിട്ട് പതുക്കെ കാല് മേലോട്ടാക്കിയിട്ട് നമ്മുടെ എല്ലാ രക്ത സർക്കുലേഷൻ, രക്തചംക്രമണമൊക്കെ മാറി. സാധാരണ കാലെല്ലാം ഇതായി നമ്മൾ ഇൻവേർട്ടർ പൊസിഷനിലായി, തല കീഴായി. അതായത് തലയിൽ രക്തോട്ടം ഒരുപാട് വർദ്ധിക്കും. നല്ല ഉപകാരമാണ്. ഓർമ്മശക്തി കൂട്ടും, കോൺസെൻട്രേഷൻ കൂട്ടും, നമ്മളെ പവർ കൂട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഇത് ചെയ്യാം നല്ലത്. കാരണം ഇത് അങ്ങനത്തെ അത്ര ഉപകാരപ്പെട്ട എക്സസൈസാണ്. നമ്മളെല്ലാ എക്സസൈസും കഴിഞ്ഞ ശേഷം ലാസ്റ്റ് കണ്ടില്ല, രക്തചംക്രമണം തലയിലായി, അത് ഫീൽ ചെയ്യും. കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കുക. കോൺസെൻട്രേഷൻ എപ്പോഴും ഒരു പോയിന്റിൽ, ടു ഗോഡ്, ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആ പൊസിഷനിൽ അങ്ങനെ കഴിയുന്നോ നിൽക്കുക. 1 മിനിറ്റ് 2 മിനിറ്റ് എത്ര ആയാലും കുഴപ്പമില്ല, 5 മിനിറ്റ് വരെ പോവാൻ. പക്ഷേ ഇത് ബ്രഹ്മചര്യമായി കണക്റ്റഡ് ആണ്. അതായത് ആഫ്റ്റർ ഇൻ്റർകോഴ്സ് 24 hours. ഇത് മാത്രമേ അത് ബ്രഹ്മചര്യ ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇത് അങ്ങോട്ടൊക്കെ നമുക്ക് ആ ബാലൻസിൽ ബാക്കോട്ട് കാല് മടക്കാം, പ്രശ്നമൊന്നുമില്ല. അതൊക്കെ വളരെ പരിചയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ പതുക്കെ തല കീഴായി നിൽക്കുക. അതും പറ്റുന്നില്ലെങ്കിൽ ചുമരിനോട് അനുബന്ധിച്ച് ചുമരിൻ്റെ സപ്പോർട്ട്, ആരെങ്കിലും സപ്പോർട്ട് വേണം കേട്ടോ. ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യരുത്. ഇതാണ് അതിൻ്റെ പൊസിഷൻ. ശീർഷാസന പറയുക, പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അവിടെ ചാലിയ തീരത്ത് ചെറുവാടി കടവിലാണ് ഇതുള്ളത്. അവിടെ മുമ്പേ രാവിലെ ഏർലി മോർണിംഗ്
ഉണ്ടാവും. പതുക്കെ അതിൽ നിന്ന് വരിക, വെക്കുക. പക്ഷെ പെട്ടെന്ന് എണീക്കരുത്, വേണ്ട. അതേ രീതിയിൽ തന്നെ അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ബാധിക്കുന്നതുകൊണ്ടാണ് പതുക്കെ സ്ലോ ആയിട്ട് തന്നെ നമ്മൾ പോയ മാതിരി തന്നെ സ്ലോ ആയിട്ട്. യെസ്. ഇനി വന്നു. ഇനി അതിൽ നിന്ന് റിലാക്സ് പുഷ്, അതായത് ശ്വാസം എടുക്കുക. നമ്മൾ അത്തയ്യാത്തിലൊക്കെ ഇരിക്കുന്ന മാതിരി തന്നെ പല പൊസിഷനിലുണ്ട്. റിലാക്സ് പൊസിഷൻ, അതാ റിലാക്സ്. ഇൻഹേൽ ആൻഡ് എക്സേൽ. ശ്വാസം ഉള്ളിലോട്ടും ശ്വാസം പുറത്തേക്ക്. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഓക്കെ.